നമുക്ക് നമ്മുടെ ജീവിതത്തോട് ഒരു ശ്രദ്ധ വേണം. നമുക്ക് നമ്മളോട് ഒരു ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നത്. ഇവിടെ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെയോ വികാരങ്ങളെയോ പ്രവൃത്തികളെയോ ശ്രദ്ധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു ബോധം നമുക്ക് ഇല്ല. ഇതാണ് നമ്മുടെ അശാന്തിക്ക് കാരണം. ഇവിടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളുമാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ നമ്മളെ നിയന്ത്രിക്കണം. നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. അതായത് വെറുതെ നമ്മളെ കാണുക, നമ്മുടെ ഉള്ളിലുള്ള ആ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടാവുകയാണ്. നമ്മൾ ശരിക്കും ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ ഉണരുമ്പോഴാണ് ഉള്ളിലുള്ള എന്താണെന്ന് നമുക്ക് നടക്കുന്നതെന്ന് അറിയാൻ കഴിയുക. ഇവിടെ നമ്മൾ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ആ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അതായത് മനസ്സിനെ ശാന്തമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധനമുണ്ടാക്കുമ്പോൾ അവിടെ നമ്മളെ നിയന്ത്രിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരുമ്പോൾ അതാണ് നമ്മൾ അനുഭവിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ള, അതുണ്ടാവാനുള്ള ആ ഒരു സാഹചര്യമാണ് നമുക്കായിട്ട് ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ